പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ മനോഹരമായ ദിനം നൽകി അനുഗ്രഹിച്ചതിന് നല്ല തമ്പുരാന് നമുക്ക് നന്ദി അർപ്പിക്കാട്ടോ. ഇന്നത്തെ ദിനം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? കൊടുത്തു പഠിക്കാനുള്ള ഒരു കൃപ നൽകണമേ കർത്താവേ എന്ന് യാചിക്കുകയാണ്. കൊടുത്തു പഠിക്കാൻ കർത്താവ് ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ കൊടുക്കുന്നവരെയൊക്കെ, അത് സഹോദരങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുന്നവരെ ആകാം, സഹോദരങ്ങളെ കായികപരമായി സഹായിക്കുന്നവരാകാം, അതല്ലെങ്കിൽ അവരെ ഭൗതികമായി സഹായിക്കുന്നവരാകാം. എങ്ങനെയാണെങ്കിലും സഹായിക്കുന്നവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്, അത് ഉറപ്പാ. കാരണം ഒന്ന്, പിതാവായ ദൈവം ഭൂമിക്ക് ഏറ്റവും വലിയ സമ്മാനം നൽകിയ ഒരാളാ, കൊടുത്ത ഒരാളാ. യോഹന്നാൻ 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഉണ്ടോ? കൊടുക്കാൻ ആഗ്രഹിച്ച ഒരാളാ, നൽകിയ ഒരാളാ. പിന്നെ ഈശോയ്ക്കാണെങ്കിലും ഉണ്ടല്ലോ, കൊടുക്കുന്ന ആളുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കറിയാം, ഈ 5 അപ്പം 5000 പേർക്ക് വാഴ്ത്തി വിഭജിച്ച് നൽകി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു അത്ഭുതം ഉണ്ടല്ലോ. അതിലൊരു പയ്യൻ വന്നിട്ടാ 2 മീനും 5 അപ്പം കൊടുക്കണേ. അവന്റെ അടുത്ത് അത് വാങ്ങിയിട്ടാണ് അത് 5000 പേർക്കായി വാഴ്ത്തി വിഭജിച്ച് നൽകണേ. കൊടുക്കുന്ന ആളുകളെ ദൈവം അനുഗ്രഹിക്കുമെന്നേ. കൊടുക്കാനുള്ളൊരു മനസ്ഥിതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരു വിധവ വന്നിട്ട് എന്താ ചെയ്യണേ? ആ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോ എല്ലാവരേക്കാൾ അധികമായി ഇട്ടു എന്ന് അവളെ കുറിച്ച് പറയുക. അവളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറയുക. അത് കർത്താവിന്റെ ഹൃദയത്തിൽ മുഴക്കമുണ്ടാക്കി. വലുതായിട്ടാ ദൈവം കാണണേ. കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നീ ഓർക്കുക, അത് നിന്റെ ആത്മാവിന് നല്ലതല്ല. അതുകൊണ്ടല്ലേ ഈ ധനികന്റെയും ലാസറിന്റെയും ഉപമയില് ഈ ധനികൻ എന്തുകൊണ്ടാ നരകത്തിയിൽ പോകാൻ കാരണം? ഒരു ഇൻഡിഫറൻസ് കാണിച്ചുകൊണ്ടാ. ആ ലാസറിന് വേണ്ട പരിഗണന കൊടുക്കാതിരുന്നത് കൊണ്ടാ. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ ഭക്ഷണമുണ്ടോ, വസ്ത്രമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കൈ തുറന്നാലേ കർത്താവിന് എന്തെങ്കിലും നിന്റെ കയ്യിൽ വെച്ച് തരാൻ പറ്റുള്ളൂ. പിശുക്കനായി പോകരുത്. കോടിക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാവും ചില ആളുകളുടെ അടുത്ത്, പക്ഷെ ഒരിക്കലും കൊടുക്കത്തൊന്നുമില്ല. ലുബ്ധനായി പോകരുത്, പിശുക്കനായി പോകരുത്. നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായ എന്ത് മെച്ചം? പിശുക്കനാവരുത്. നീ കൊടുക്കണം. നിന്റെ ബന്ധുക്കൾക്കാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും കൊടുക്കണം. ഇങ്ങനെ പറയുമല്ലോ, ദൈവം നിന്നെ ഉയർത്തുമ്പോ ഡോണ്ട് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, റാദർ യു റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിംഗ് എന്നാ പറയുക. നീ നിന്റെ ജീവിത നിലവാരം ഉയർത്തരുത്, മറിച്ച് നീ കൊടുക്കുന്ന ആ മനസ്സ് ഉയർത്തണം. കൊടുക്കുന്നത് ഉയർത്തണം എന്നാ പറയുക. മനസ്സ് കാണിക്കണം. ഇപ്പൊ കൊടുക്കുന്നവരായിട്ട് മാറുക. കൊടുക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരസ്നേഹമുള്ള വ്യക്തികളാക്കി ഞങ്ങളെ ഈശോയെ മാറ്റണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.